অঙ্গনওয়াড়ি সেন্টারে খাবারে আদৌ কি বিরিয়ানি কিংবা কাবাব দেওয়া সম্ভব? এমনিতেই সরকারের পুঁজি কম, তার উপর এই প্রকল্পে এরকম খাবারের ব্যবস্থা করার আদৌ কি সম্ভব? চেষ্টা করলে হয়তো সম্ভব। এক খোদের দাবিকে গুরুত্ব দিয়ে বিচার করার কথা বললেন খোদ রাজ্যের মন্ত্রী, আর সেই ভিডিও সামনে আসতেই ভাইরাল। এই ঘটনাটা অবশ্য বাংলার নয়, কেরলের। সেখানেরই এক অঙ্গনওয়াড়ির খুদে পড়ুয়ার আবদার সোশ্যাল মিডিয়া জুড়ে ভাইরাল হয়ে পড়েছে। খুদের আবদার কি জানেন? শুনলে চমকে যাবেন। প্রতিদিন নাকি তার উপমা খেতে আর ভালো লাগছে না, একটু ভালো মন্দ কিছু হলে ভালোই হয়, আর তাই ভিডিও করে নিজের মনের কথাটা বলেই ফেললো খুদে। আর তা সোশ্যাল মিডিয়া পোস্ট হতেই মুহূর্তের মধ্যেই ভাইরাল হয়ে পড়ে। শিশুটির নাম শঙ্কু, কেরলেরই একটি অঙ্গনওয়াড়ি কেন্দ্রে পড়াশোনা করে সে। প্রতিদিন উপমা খেতে অরুচি ধরে গিয়েছে, তাই তার আবদার যদি একটু ভালো হতো, ভালো খাবার পাওয়া যেত। ভাইরাল হওয়া ভিডিওতে খুদে বলছে, উপমা খাবো না, বিরিয়ানি আর ফ্রাইড চিকেন খেতে চাই। আর সেই রাজ্যের শিশু ও নারী কল্যাণ মন্ত্রী বিনা জর্জের কাছে পৌঁছয় এই ভিডিও। তা দেখে তিনি খুদের আবদারে গুরুত্ব দেন। একবার ভিডিওটা আপনাদেরকে দেখাই। എവിടെ അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ബിരിയാണി, ഉപ്പുമാവുമായിട്ട് ബിരിയാണി, ഉപ്പുമാവ് മാറ്റിയിട്ട് ബിരിയാണിയും എന്തോ പൊടിച്ച് കോഴി പറയാം കേട്ടോ, നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ. ബിരിയാണി ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം നമ്പർ അങ്കണവാടിയിൽ ശംഖു എന്ന ഓമന പേരിൽ വിളിക്കുന്ന പ്രജ്വൽ എസ് സുന്ദർ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ മകനാണ് അവൻ്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. അവൻ്റെ അമ്മയാണ്, കുഞ്ഞിൻ്റെ അമ്മയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ആവശ്യമാണ്. ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ചുകൂടിയും വേണം എന്നുള്ളതാണ്. ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ അമ്മയ്ക്കും അങ്കണവാടി ടീച്ചറിനും, അവിടുത്തെ അങ്കണവാടി ടീച്ചറിനും അതോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ശംഖുവിനും, പ്രിയപ്പെട്ട ശംഖുവിനും തീർച്ചയായിട്ടും ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴുള്ള, ഞാൻ പറഞ്ഞല്ലോ, മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട CM തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് আগ্রহিക്കുകയാണ്। তিনি এই ভিডিওটি তার ফেসবুক পেজে শেয়ার করে জানান, শিশুটির অনুরোধ বিবেচনা করে অঙ্গনওয়াড়ির খাদ্য তালিকা পর্যালোচনা করা হবে। তিনি বলেন, শঙ্কু অত্যন্ত নিরীহভাবে দাবিটি তুলে ধরেছে। শিশুদের পুষ্টি নিশ্চিত করার জন্য অঙ্গনওয়াড়ির মাধ্যমে বিভিন্ন ধরনের খাবার সরবরাহ করা হচ্ছে। এই সরকারের আমলে অঙ্গনওয়াড়ির মাধ্যমে ডিম এবং দুধ সরবরাহের একটি প্রকল্প বাস্তবায়িত হয়েছিল। এটি সফলভাবে চলছে। স্থানীয় সংস্থাগুলি মহিলা ও শিশু উন্নয়ন বিভাগের সমন্বয়ে অঙ্গনওয়াড়িতে নিজস্বভাবে বিভিন্ন ধরনের খাবার সরবরাহ করছে। দেখুন সেই ভিডিও। എവിടെ അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ബിരിയാണി, ഉപ്പുമാവുമായിട്ട് ബിരിയാണി, ഉപ്പുമാവ് മാറ്റിയിട്ട് ബിരിയാണിയും എന്തോ പൊടിച്ച് കോഴി പറയാം കേട്ടോ, നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ. ബിരിയാണി ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം നമ്പർ അങ്കണവാടിയിൽ ശംഖു എന്ന ഓമന പേരിൽ വിളിക്കുന്ന പ്രജ്വൽ എസ് സുന്ദർ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ മകനാണ് അവൻ്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. അവൻ്റെ അമ്മയാണ്, കുഞ്ഞിൻ്റെ അമ്മയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ആവശ്യമാണ്. ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ചുകൂടിയും വേണം എന്നുള്ളതാണ്. ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ അമ്മയ്ക്കും അങ്കണവാടി ടീച്ചറിനും, അവിടുത്തെ അങ്കണവാടി ടീച്ചറിനും അതോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ശംഖുവിനും, പ്രിയപ്പെട്ട ശംഖുവിനും
തീർച്ചയായിട്ടും ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴുള്ള, ഞാൻ പറഞ്ഞല്ലോ, മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട CM തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ নিলবিലുള്ള ഒരു মেনু এങ്ങനെ പരിഷ്കരിക്കാം এന്നുള്ളത് തീർച്ചയായിട്ടും। অন্যান্য খবরের আপডেটের জন্য অবশ্যই নজর রাখুন আজ তাক বাংলার ইউটিউব স্ট্রিমিংয়ে। লাইক, কমেন্ট, শেয়ার এবং সাবস্ক্রাইব করতে ভুলবেন না।